ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ കടലപ്പരിപ്പ് പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കടലപ്പരിപ്പ് നല്ല വൃത്തിയായി കഴുകി അത് വെള്ളം തോരാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിക്കാം. തേങ്ങാക്കൊത്ത് ആ നെയ്യിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് തന്നെ കാഷ്യൂ നട്ടും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട് നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് തന്നെ നമുക്ക് കടലപ്പരിപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറണം കടലപ്പരിപ്പിൻ്റെ. നന്നായിട്ടൊന്ന് വറക്കാം. ഇപ്പോൾ നന്നായി വറന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുക്കറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കടലപ്പരിപ്പ് മുങ്ങിയ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാനിലേക്ക് തന്നെ ശർക്കര അരിച്ചൊഴിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലാണ് ആദ്യം ഒഴിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് കുറുകി വരണം. നമുക്കിതിലേക്ക് ഏലക്കായും ചുക്കുപൊടിയും ജീരകം കൂടി നന്നായിട്ട് പൊടിച്ചിടാം. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കണം. യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.